ആസ്വാദകരെ ആർത്ത് ചിരിപ്പിച്ച കഥാപാത്രങ്ങൾ മാത്രമല്ല, ഓർത്ത് കരയിപ്പിച്ച ഒട്ടേറെ വേഷങ്ങളും സലീം കുമാർ അനശ്വരമാക്കിയിട്ടുണ്ട്. അതിശയിപ്പിക്കുന്ന പകർനാട്ടങ്ങളിലൂടെ പ്രേക്ഷകരെയും നിരൂപകരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ഈ അഭിനയ പ്രതിഭ. തെളിവെടുപ്പെന്നും പറഞ്ഞ് എന്റെ മോളെ നാടായ നാട് മുഴുവൻ നടത്തി. എന്റെ മോളിൽ നിന്ന് നാട്ടുകാർക്കൊരു കാഴ്ച വസ്തുവാണ് സാർ. കേസും കോടതി ഒന്നും വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞങ്ങൾക്ക് നീതി വേണ്ട സാർ, ഞങ്ങൾക്ക് ഈ പോലീസിന്റെ നീതി വേണ്ട. ഞാനങ്ങനെ കാല് പിടിക്കാം. സാമൂല് വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. ഇഷ്ടമാണ് 100 വട്ടം 1996 പുറത്തിറങ്ങിയ അരങ്ങേറ്റ ചിത്രത്തിന്റെ പേര് പോലെ അത്രയേറെ ഇഷ്ടമായിരുന്നു പ്രേക്ഷകർക്ക് സലീം കുമാറിനെ. കുടുകുടെ ചിരിപ്പിച്ചും നിർത്താതെ കരയിപ്പിച്ചും അഭിനയത്തിന്റെ ഭാവതലങ്ങൾ പകർന്നാടിയത് പലതവണ. ചിരിപ്പിച്ച എണ്ണമറ്റ കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ മായാതെ ഒട്ടേറെ നോവിന്റെ മുഖങ്ങളും. 2004 പുറത്തിറങ്ങിയ പെരുമഴക്കാലത്തിലെ ആമു ഇളയപ്പയെ ആരാണ് മറക്കുക? ഇല്ലായ്മയുടെ ആൾരൂപമായ ഭക്ഷണപ്രിയനായ ആമു ഇന്നും നമുക്ക് ചുറ്റിലും തന്നെയുണ്ട്. 2 വർഷങ്ങൾക്കിപ്പുറം അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവലായി വീണ്ടും കരയിപ്പിച്ചു. ദാരിദ്ര്യത്തിന്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ 3 പെൺമക്കളെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹനിധിയായ അച്ഛൻ അത്രമേൽ ഭദ്രമായിരുന്നു. മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരവും ആ വർഷം തേടിയെത്തി. ഇത് 2009 പുറത്തിറങ്ങിയ ആന്തോളജി ചിത്രമായ കേരള കഫേയിലെ ബ്രിഡ്ജ് എന്ന ചിത്രത്തിലെ മണികണ്ഠനും പ്രേക്ഷകരെ തെല്ലൊന്നുമല്ല സങ്കടപ്പെടുത്തിയത്. 2011 പുറത്തിറങ്ങിയ ആദാമിന്റെ മകൻ അബു സലീം കുമാറിലെ ഭാവാഭിനയത്തിന് പൂർണ്ണത നൽകി. ഈ കണ്ടംകുന്നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന സുലൈമാന്റെ വീട് എവിടെയാ? ഈ തലക്കച്ചവടമൊക്കെ നടത്തുന്ന ആ കാണുന്ന വീട്. ജീവിതത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിന്ന അബുവിന്റെ വൈകാരികത ഭാഷകൾക്കപ്പുറം മനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് അബുവിൽ പകരക്കാരൻ പോലുമില്ലായിരുന്നു. മികച്ച വിദേശ ചിത്രത്തിനുള്ള ഭാരതത്തിൽ നിന്നുള്ള ഓസ്കാർ നോമിനേഷൻ ചിത്രമായും ആദാമിന്റെ മകൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 2015 ഫയർമാൻ എന്ന ചിത്രത്തിലെ നരേന്ദ്രൻ ആചാര്യ എന്ന വില്ലൻ വേഷത്തിലൂടെ പിന്നെയും ഞെട്ടിച്ചു. 2018 പുറത്തിറങ്ങിയ ക്വീനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്ന കാമിയോ റോളും നിറഞ്ഞ കയ്യടി നേടി. ഇങ്ങനെ ഹാസ്യ നടനിൽ നിന്നും സ്വഭാവ നടനായും പ്രതിനായക ഭാവമായും അങ്ങനെ പകർന്നാടി അതിശയിപ്പിക്കുക തന്നെയായിരുന്നു സലീം കുമാർ എന്ന വിസ്മയം. ന്യൂസ് ഡെസ്ക് ജനം.